ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് കുറച്ച് ഹെയർ സ്റ്റൈലും കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വൈ? ബിക്കോസ് കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചിട്ടൊരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ആ പരിപാടിക്കാണെങ്കിൽ 2 ആഴ്ച മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം, ആ ഒരു രീതിയിലുള്ള പ്ലാനിങ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഓൺ ദി ഡേ ഓഫ് ഒക്കേഷൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഹെയർ എന്നെ ചതിച്ചു. ഞാൻ ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ബൺ ഹെയർ സ്റ്റൈൽസ് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓപ്പൺ ഹെയർ ഞാൻ വല്ലാണ്ട് സജസ്റ്റ് ചെയ്യുന്നതല്ല, ചൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും തന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. സോ ഞാൻ ഇന്നൊരു കുറച്ച് ബൺ ഹെയർ സ്റ്റൈൽസ് ഫോർ സാരി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നോക്കി നോക്കാവേ. മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനല്ല മെയിൻ വിഷയം, ബാക്ക് പോർഷനാണ്. അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. എൻ്റെ ഈ ഒരു ബാങ്ക്സ് ഉണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ നിറച്ച് കട്ട് ചെയ്തിട്ടേക്കുന്നത്, അതാണ് അതിലും വലിയൊരു വിഷയം. സോ ലെറ്റ് മീ സീ വാട്ട് ക്യാൻ ബി ഡൺ. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ പറയുന്നത് നമ്മൾ ഹെയറിനെ ഡീടാങ്കിൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡീടാങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഹെയർ മൊത്തം കൂടി വാരിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഇത് ജസ്റ്റ് ഞാനൊരു ട്രയൽ പോലെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ കൂട്ടി പിടിച്ച് കെട്ടിയാൽ മതി. സാധാരണ പോലൊരു ലോ പോണിറ്റൈലാണ് കേട്ടോ, ഹൈ പോണിറ്റൈലല്ല, ഒരു ലോ പോണിറ്റൈൽ. അത്യാവശ്യം ടൈറ്റിൽ തന്നെ ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈറ്റിൽ തന്നെ ഞാൻ ടൈ ചെയ്തിട്ടുണ്ട് ഒരു ലോ പോണിറ്റൈൽ. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലച്ചർ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ വെച്ചു. ഇനി ഞാൻ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്യാൻ പോവാണ്. ഇവിടെയും അതേപോലെ തന്നെ തൊട്ട് താഴെയും ടൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരെണ്ണം ചെയ്തു. ഇനി തൊട്ട് താഴെയും കൂടെ ഒരെണ്ണം ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ 2ആയിട്ട് ടൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ടൈ ചെയ്തതിനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ മോളിൽ കൂടെ ഉള്ളതുണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു യൂപ്പിനെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പോവാണ്. ഞാൻ യൂപ്പിൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. ഉള്ളിൽ കൂടെ വേണമെങ്കിലും സെക്യൂർ ചെയ്യാം, പുറത്തു കൂടെ വേണമെങ്കിലും സെക്യൂർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ആയി നിൽക്കണമെങ്കിൽ, അല്ല കുറച്ചും കൂടി വോളിമൈസ് ആയി തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ ഹെയർ നെറ്റ് ഉണ്ടല്ലോ, ആ ഹെയർ നെറ്റ് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബണ്ണുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതേപോലത്തെ ബണ്ണ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ശരിക്കും ഒട്ടും വോളി ഇല്ലാത്ത ഹെയർസിനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വോളിമൈസ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ ചുറ്റും ഇതും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതുണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെറിയ സ്റ്റാൻഡുകൾ എടുത്തിട്ട് ബ്രെയ്ഡ്സ് ആയിട്ടോ അല്ലാണ്ട് ഒറ്റ പകച്ചിലിടാണ്ട് ഇങ്ങനെ കുറച്ച് ഫ്ലഫി ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കതിനെ മാറ്റി ചെയ്യാവുന്നതാണ്. ബാക്ക് മാത്രം ഇത്രയും ഫോക്കസ് ചെയ്താൽ മതി. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ വരുന്നത്. ഉള്ള കാര്യം പറയാതെ ഞാനിപ്പോൾ ഞാൻ എടുത്ത വീഡിയോ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ എന്തൊരു പേക്കോലത്തിലാണ് അത് തല കെട്ടിയിരുന്നത്. പേക്കോലം എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വാസ് സാറ്റിസ്ഫാക്ടറി. ബട്ട് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സെയിം ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു അന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് വാസ് കംപ്ലീറ്റ്ലി ഡിസാസ്ട്രസ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേഷ്യം വരികയാണ്. എനിവേ, ലെറ്റ് ഇറ്റ് ബി. അപ്പം ഞാൻ അടുത്തൊരു ഹെയർ സ്റ്റൈൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അടുത്തൊരു ഹെയർ സ്റ്റൈൽ വരുന്നത് അതിലും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അമ്മച്ചിക്കെട്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് വന്ന അത്യാവശ്യം ക്ലാസി ലുക്കായിട്ടുള്ളതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് ഒരു മീഡിയം ലെങ്ത്തെങ്കിലും ഹെയറിന് വേണം. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലുള്ളവർക്കും ഇതിലും കൂടുതൽ ലെങ്ത്തുള്ളവർക്കും ഇങ്ങനെ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇത് നമ്മളിങ്ങനെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൈ കണ്ടോ, ഈ കൈയുടെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കയറ്റുക.
കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നു. ഈ ഒരു ബണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനൊക്കെ വീട്ടിൽ നടക്കാൻ നേരത്ത് ഫുൾ ടൈം ഈ ഒരു ഹെയർ സ്റ്റൈൽ നടക്കുന്നതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇതിങ്ങനെ അത്യാവശ്യം ടൈറ്റുള്ള ഒരു ബണ്ണ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഊരി പോകുകയില്ല. നിങ്ങൾക്ക് ഓടാം, തുള്ളാം, ചാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇത് അഴിഞ്ഞു പോകില്ല. അത്രയും സെക്യൂർ ആയിട്ട് ഇത് ഇരുന്നോളും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻവശം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും കെട്ടാവുന്നതാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് വകച്ചിലെടുത്തിട്ടോ വകച്ചിലെടുക്കാണ്ടോ ഫ്ലഫി ആയിട്ടോ ഹമ്പ് വെച്ചിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കെട്ടാം. എന്നിട്ട് ബാക്കിൽ ഇത് പിടിക്കാൻ നേരത്ത് മാത്രമുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എൻ്റെ ഇത്രയൊക്കെ നല്ല ഹെയർ സ്റ്റൈലുകൾ ഉണ്ടായിട്ടാണ് ഞാൻ അന്നൊരു ദുരന്തോസ്കി ഹെയർ സ്റ്റൈൽ കൊണ്ട് പോയതെന്ന് ആലോചിക്കുമാണ്. വാട്ട് എവർ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള ഹെയർ സ്റ്റൈൽസ് കാണാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇനിയും പുതിയ ഹെയർ സ്റ്റൈൽസ് ഒക്കെ പരിചയപ്പെടുത്തുന്നതാണ്. ഫ്രീ ഹെയർ സ്റ്റൈൽസ് ആയാലും ലോങ് ഹെയർസിന് പറ്റുന്നതും ഷോർട്ട് ഹെയറിന് പറ്റുന്നതും മിഡിൽ ഒരു മീഡിയം ഹെയർ ഉള്ളവർക്ക് പറ്റുന്നതും അതേപോലെ തന്നെ ബൺ ഹെയർ സ്റ്റൈൽസും ഓപ്പൺ ഹെയർ സ്റ്റൈൽസും അങ്ങനെ പല ഹെയർ സ്റ്റൈൽസ് ആയിട്ട് ഞാനൊരു സീരീസ് പോലെ ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.